നമസ്കാരം ഫ്രണ്ട്സ്, ഗരം മസാലയുടെ പുതിയ എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നാരങ്ങ കണ്ടില്ലേ, വലിയ ടൈപ്പ് നാരങ്ങ കേട്ടോ, വടുകപ്പുളി നാരങ്ങ എന്നൊക്കെ പറയാം. ഞാൻ ഇതിനു മുൻപ് ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്തിരുന്നു, എൻ്റെ ഉമ്മയുടെ പച്ചക്കറിത്തോട്ടത്തിൻ്റെ വ്ളോഗ്. അതിൽ കാണിച്ച നാരങ്ങ ഇത്. ഈ നാരങ്ങ പച്ചയോടെ നമുക്ക് അച്ചാറിലൊക്കെ യൂസ് ചെയ്യാം. പഴുത്തതിന് ശേഷം നമുക്കിത് ഉപയോഗിച്ചിട്ട് ലെമൺ ജ്യൂസ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ ലെമൺ സ്ക്വാഷ് ഉണ്ടാക്കി വെക്കാം. നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് സ്ക്വാഷ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ സ്ക്വാഷ് കയ്പ്പ് വരും. ഫ്രണ്ട്സ്, എനിക്ക് ഇങ്ങനെ കിട്ടിയ ഈ നാരങ്ങ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈസി ആയിട്ട് ഒരു ലെമൺ സ്ക്വാഷ് ഉണ്ടാക്കുകയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ. ഇവിടെ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്, ഒരു കടായി ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഈ കടായിലോട്ട് നമുക്ക് പഞ്ചസാര ചേർക്കാം. 1/2 കിലോ പഞ്ചസാര കേട്ടോ വേണ്ടത് നമുക്ക്. ഇനി ഈ പഞ്ചസാരയിലോട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. 1/2 കിലോ പഞ്ചസാരയിലോട്ട് ഞാൻ 1/2 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. 1 കപ്പൊക്കെ വെള്ളം ഒഴിക്കാം കേട്ടോ. പക്ഷേ ഈ പഞ്ചസാര മെൽറ്റ് ആയതിനു ശേഷം 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയിലോട്ട് മാറ്റണം. അപ്പോൾ അതുവരെയും തിളച്ചുകൊണ്ടിരിക്കണം. അത്രയും ടൈം തിളക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ പഞ്ചസാര മെൽറ്റായി വരട്ടെ. ഫ്രണ്ട്സ്, ഞാനിവിടെ നാരങ്ങ എടുത്തിട്ടുണ്ട്, വടുകപ്പുളി നാരങ്ങയാണിത്. ഇത് നന്നായിട്ട് തന്നെ പഴുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം നല്ല പച്ച കളറല്ല, നന്നായിട്ട് മഞ്ഞ കളറായി വന്നിട്ടുണ്ട്. കുറച്ച് പഴുത്ത നാരങ്ങനെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് മുറിച്ചെടുക്കാം. സാധാരണ നമ്മൾ ഈ വടുകപ്പുളി നാരങ്ങയ്ക്ക് ഉപയോഗിച്ചിട്ട് സ്ക്വാഷ് ഒന്നും ഉണ്ടാക്കാറില്ല. നമ്മൾ അച്ചാറിട്ട് വെക്കല്ലേ ചെയ്യാറ്. നമ്മുടെ ചാനലിൽ ഇതിന് മുൻപ് ആ വടുകപ്പുളി നാരങ്ങയുടെ അച്ചാറിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് മുറിച്ചെടുക്കാം. ഒന്ന് പഴുത്ത് വന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കിട്ടും കേട്ടോ. ഇതിലൊരുപാട് സീഡ്സ് ഒന്നും ഇല്ല. ഇതിൻ്റെ അകത്തുനിന്ന് ഇതുപോലെ പൾപ്പ് നമുക്ക് മാറ്റിയെടുക്കാൻ കിട്ടും. ഇങ്ങനെ എടുക്കണം. ഇതിൻ്റെ തൊലി എടുക്കരുത്, നല്ല കയ്പ്പായിരിക്കും. മുകൾ ഭാഗം നമുക്ക് ചെത്തിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ പൾപ്പ് എടുക്കാം കേട്ടോ. ഇങ്ങനെ നമുക്ക് മുഴുവൻ പൾപ്പുകളും എടുക്കണം. ഞാനിവിടെ 4 നാരങ്ങ എടുത്തിട്ടുള്ളത്. 4 നാരങ്ങ എടുത്താലും ഒരുപാട് കണ്ടൻ്റ് ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ ഷുഗർ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക്. ഒന്ന് തണുത്തതിന് ശേഷം, ഒരുപാട് തണുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് തണുത്തതിന് ശേഷം ഇതിനെ ഒന്ന് അരിച്ചെടുക്കണം. ഈ പഞ്ചസാരയിൽ എന്തെങ്കിലുമൊക്കെ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ സ്ക്വാഷിൽ അതൊക്കെ പിടിക്കുമല്ലോ. അതിന് ശേഷം വീണ്ടും നമുക്ക് തിളപ്പിച്ചിട്ട് 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയിലോട്ട് മാറ്റണം. അതായത് ഒരു നൂൽ പരുവത്തിലോട്ട് മാറ്റണം ഈ പഞ്ചസാര ലൈനി. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നിട്ടേ ഉള്ളൂ കേട്ടോ. ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാനിതൊന്ന് അരിച്ചെടുക്കണേ. ചൂടാറുമ്പോഴേക്കും നമുക്ക് നമ്മുടെ നാരങ്ങയൊക്കെ മുറിച്ച് പൾപ്പ് എടുത്ത് വയ്ക്കാം. ഒരുപാട് സമയം വയ്ക്കുകയും ചെയ്യരുത് കേട്ടോ. കാരണം നമ്മളതിൽ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടില്ല. 1/2 കപ്പ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. 1 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഒരുപാട് തിക്കായിട്ടുള്ള സിറപ്പ് കിട്ടില്ല, കുറച്ച് ലൂസായിട്ടുള്ള സിറപ്പിനെ കിട്ടുക. ഇത് നന്നായിട്ട് പഴുത്തത് കൊണ്ട് കേട്ടോ നമുക്കിതിങ്ങനെ കിട്ടുന്നത്. പുളിയൊക്കെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെ അല്ലി എടുത്തിട്ട് കഴിക്കുകയും ചെയ്യാം കേട്ടോ. കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് കഴിക്കാം. നമ്മുടെ രണ്ടാമത്തെ നാരങ്ങയും ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തിരിക്കാം കേട്ടോ. നമ്മുടെ പഞ്ചസാരപ്പാനി ഇപ്പോഴ് തണുത്ത് വന്നിട്ടുണ്ടാകും. നമുക്ക് അരിച്ചതിന് ശേഷം ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം പഞ്ചസാരപ്പാനി. നമ്മുടെ പഞ്ചസാരപ്പാനി വീണ്ടും തിളപ്പിച്ചെടുക്കാണ്. ഇനി ഇത് ഒരു നൂൽ പരുവാകുന്നത് വരെ തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് പതഞ്ഞ് വരുന്നത് കേട്ടോ. ഒന്നുകൂടെ കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് നോക്കാം. ജസ്റ്റ് നമുക്ക് കുറച്ച് പാനി എടുക്കാം. ഇതാണ് നമ്മുടെ പാനി. ഇപ്പോഴും 1 സ്ട്രിങ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് ചെറുതായിട്ടൊന്ന് തണുത്ത് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ ലെമൺ ജ്യൂസ് കൂടെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി ഇതിൽ വേണമെങ്കിൽ നമുക്ക് റോസ് വാട്ടർ ഒഴിക്കാം, അതല്ലെങ്കിൽ സാഫ്രോൺ ഉണ്ടെങ്കിൽ സാഫ്രോൺ ചേർക്കാം. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഏതൊക്കെ ഫ്ലേവർ വേണോ അത് അങ്ങനെയൊക്കെ ആക്കി മാറ്റാം. ഒന്നുമില്ലെങ്കിൽ നമുക്ക് 1-2 ഏലക്ക കുത്തി ഇട്ടാൽ മതി ഇതിലോട്ട്. അപ്പോൾ ഏലക്കയുടെ ഒരു ഫ്ലേവർ ഉണ്ട്. ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യണേ. ഇതിലോട്ട് ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ഒഴിക്കുന്നുണ്ട് കേട്ടോ. റോസ് വാട്ടറിൻ്റെ ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഒന്നും ഇരുന്നിട്ട് തണുത്ത് വരട്ടെ. തൊലിയൊന്നും പേടരുതേ. അപ്പോൾ ഇനി നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ട് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുക്കണം. അതുപോലെ തന്നെ അരിച്ചെടുക്കുമ്പോഴും കണ്ണി കുറവുള്ള അരിപ്പയിൽ വേണം അരിച്ചെടുക്കാൻ. നമ്മുടെ ചായയൊക്കെ അരിച്ചെടുക്കുന്ന അരിപ്പയിൽ, അങ്ങനത്തെ അരിപ്പയിൽ വേണം അരച്ചെടുക്കാൻ. ഇനി ഞാനിത് മിക്സിയുടെ ജാറിലോട്ട് മാറ്റണേ.
തീരെ വെള്ളം ചേർക്കരുത്. നാരങ്ങ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ പഞ്ചസാര പാനിയിൽ വേറെ നാരങ്ങയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. നമ്മുടെ നാരങ്ങ മുഴുവൻ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഇതിനൊരു ജാറേ ഉള്ളൂ നാരങ്ങ ഇട്ടിട്ട്. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ നാരങ്ങ അരച്ചെടുത്തത് നല്ല തിക്കാണ്. ചെറിയ അരിപ്പയിൽ അരിഞ്ഞ് വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം വലിയ അരിപ്പയിൽ അരിച്ചെടുക്കുകയാണ്. അതിനുശേഷം ചെറിയ അരിപ്പയിൽ അരിച്ചിട്ട് ഷുഗർ സിറപ്പിലോട്ട് ഒഴിക്കുക ചെയ്യുന്നത്. വെള്ളമൊന്നും ചേർക്കുകയോ ചെയ്യരുത്. വെള്ളം ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കേടുവരും. ഇനി നമുക്കിത് അരിച്ചെടുക്കാം. ഇങ്ങനെ അരിച്ചെടുത്താട്ടോ ഇത്. ഈ ചണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ഇനി കിട്ടിയ നമ്മുടെ ലെമൺ ജ്യൂസാണിത്. തൊലിയൊന്നും പെടുകയോ ചെയ്യരുത്. തൊലിയൊക്കെ പെട്ടാൽ കയ്പ്പ് വരും നമ്മുടെ സിറപ്പ്. ഇനി തണുത്ത് വന്ന പഞ്ചസാര പാനിയിലോട്ട് നമുക്ക് ഈ സിറപ്പ് ഒഴിക്കാം. ഇത് ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാൻ ജ്യൂസ് അരിപ്പയിലാണ് ആദ്യം അരിച്ചത്. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഇതിലോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ അരിപ്പയിൽ അരിച്ചെടുക്കുന്നത്. നമ്മൾ ചായയൊക്കെ അരിച്ചെടുക്കുന്ന അരിപ്പയിലാണ് ഇപ്പോഴും ഞാൻ അരിച്ചെടുക്കുന്നത്. ഇത്ര അരിച്ചെടുത്താൽ മതി. ഇനി ഇത് ചണ്ടിയത് നമുക്ക് മാറ്റാം. നമുക്കിത് ഷുഗർ സിറപ്പുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഷുഗർ സിറപ്പ് ഒന്ന് കട്ടിയായി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് സമയം ഇങ്ങനെ വെക്കണം. മിക്സായി വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്കിത് സ്റ്റോർ ചെയ്യുന്ന ജാറിലോട്ട് മാറ്റാൻ പറ്റുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. ഇപ്പോൾ നമ്മുടെ ഷുഗർ സിറപ്പ് ലെമൺ ജ്യൂസുമായിട്ട് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി നമുക്ക് വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്കിതിനെ നല്ലൊരു ക്ലീനായിട്ടുള്ള ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലോട്ട് മാറ്റാം. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മുടെ സ്ക്വാഷ് കേട്ടോ ഇത്. ഞാൻ എടുത്ത ഇൻഗ്രീഡിയൻസ് കൊണ്ട് എനിക്ക് 1/2 ലിറ്റർ സ്ക്വാഷാണ് കിട്ടിയിട്ടുള്ളത്. ഇത് 1/2 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ നല്ല ഹോം മെയ്ഡ് ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സോ ഒന്നും ചേർക്കാത്ത സ്ക്വാഷ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ലെമൺ സ്ക്വാഷാണ്. അതും നമ്മൾ വലിയ നാരങ്ങയില്ലേ, വടുകപ്പുളി നാരങ്ങ ഉപയോഗിച്ചിട്ടുള്ള സ്ക്വാഷാണ്. അപ്പോൾ നമുക്കിനി ഈ സ്ക്വാഷ് എങ്ങനെ സെർവ് ചെയ്യുന്നത് എന്ന് കൂടെ അറിയണ്ടേ. ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിലോട്ട് നമുക്ക് ഐസ് ക്യൂബ്സ് എടുക്കാം. 2-3 ഐസ് ക്യൂബ്സ്, എത്രത്തോളം തണുപ്പ് വേണം അതിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം. ഇനി നമ്മുടെ സ്ക്വാഷ് എടുക്കാം. ഗ്ലാസ്സിന് 1/4 ഗ്ലാസ് ഈ സ്ക്വാഷ് ഒഴിക്കണം. ഈ സ്ക്വാഷിന് തന്നെ നമ്മൾ അത്യാവശ്യം പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേറൊരു മധുരത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇനി സ്ക്വാഷിൻ്റെ അളവ് കുറക്കുകയാണെങ്കിൽ ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നമുക്കിനി ഇതിലോട്ട് വെള്ളം ഒഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് സ്ക്വാഷ് ഉപയോഗിച്ചിട്ടുള്ള ലെമൺ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. നല്ല തണുപ്പോടുകൂടെ തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് പുറത്തുനിന്ന് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്ത് ഉണ്ടാക്കിയ സ്ക്വാഷിൻ്റെ ഒരു ആവശ്യമില്ല. നമുക്ക് വീട്ടിലുള്ള നാരങ്ങ വേസ്റ്റ് ചെയ്യുകയും ചെയ്യേണ്ട. എല്ലാവർക്കും എൻ്റെ ഈ ഹോം മെയ്ഡ് സ്ക്വാഷ് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളും ബ്ലോഗ്സും വീഡിയോസും എല്ലാം ആയിട്ട് നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.